ചെലന്തിനെ കണ്ടത് സ്പൈഡർമാൻ സിനിമയാണ് ഓർമ്മ വന്നത്. നേരെ ചെലന്തിയുടെ അടുത്ത് വെട്ടിയാടി. ഞാൻ സ്പൈഡർമാൻ ആകുമെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ പടവായി. ചെലന്തിനെ ഉണ്ടാക്കുന്ന മിഷൻ വെച്ച് ഞാനൊരു ഫാം ഉണ്ടാക്കും. ഞാൻ അങ്ങനെ അതുണ്ടാക്കി. എന്നെ കൊന്ന ചെലന്തികളോട് ഞാൻ പ്രതികാരം വീട്ടി അവരെ കൊന്ന് എക്സ്പിയും ലൂട്ടും ഉണ്ടാക്കി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അയ്യോ, ഈ ചെലന്തി എങ്ങനെ ചാടി? അയ്യോ, ചത്ത് 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 ചത്ത്. എല്ലാവർക്കും സ്വാഗതം. സോ ഇത് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ എപ്പിസോഡ് 7 ആണ് നമ്മൾ പോകുന്നത്. സോ ഇന്നെന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അറിയാലോ, നമ്മൾ ഇന്നൊരു സ്പൈഡർ ഫാം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഞാൻ ബെഡൊക്കെ കൊണ്ട് ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ നേരത്തെ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് മേടിക്കണ്ട. ഇനി നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം ഗൈസ്. അതിന് വേണ്ടി ഞാൻ ഒരു വഴി സെറ്റാക്കിയായിരുന്നു. അത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഒരു വഴി പോലെ താഴോട്ട് സെറ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അവിടെ പോയിട്ട് ഒരു സ്പൈഡർ സ്പോണർ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം ഗൈസ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ നല്ല പണിയാവും. ബിക്കോസ് സ്പൈഡറാണ് എപ്പോഴും സ്പോണായി നമുക്ക് തലവേദന വരും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു സ്ട്രിങ് എല്ലാം പൊട്ടിച്ച് നമുക്ക് അങ്ങോട്ടുള്ള വഴിയൊന്ന് ബ്ലോക്ക് ചെയ്യാം ഗൈസ്. അങ്ങനെ ഇങ്ങോട്ട് ഇച്ചിരി കൂടെ ക്ലിയർ ചെയ്യാം ഗൈസ്. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, അവിടെ താഴത്തെ ഒരു സ്കെൽട്ടൺ നിൽപ്പുണ്ട്. അവരൊക്കെ ഒരു അടി അടിച്ചാൽ ഞാൻ വീണ് കുറേ സ്ട്രിങ് കിട്ടും ഗൈസ്. ഇവിടെ ബ്ലോക്കില്ല. ഓക്കെ, 2 നമുക്കിനിയും ക്ലിയർ ആണ് ഗൈസ്. ഇച്ചിരൂടെ അങ്ങോട്ട് ക്ലിയർ ചെയ്യണം. എൻ്റെ സോണിൻ്റെ ഇത് കണ്ടോ, ഇത്ര പെട്ടെന്ന് ഇത് പോകുന്നത്? നോക്കി പെട്ടെന്ന് ഇതിൻ്റെ ഇത് പോകുന്നത്, ഹെൽത്ത് പോകുന്നത് സോണിൻ്റെ. സോ ഓക്കെ, ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. 1 2 3 4 ആൻഡ് ഈ ബ്ലോക്കിൻ്റെ മേലിൽ മതിൽ. പേടിയുണ്ട്. നമുക്ക് ജസ്റ്റ് സൈഡ് മാത്രം ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ബ്ലോക്കിന്റെ മേളിൽ. ഓക്കെ ഗൈസ്, ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്യണം. നമുക്ക് വേണ്ട ഏരിയ മേലിലോട്ടുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി താഴോട്ടും ഉണ്ട് ഗൈസ്. അതൊക്കെ പോകാൻ ചെറിയൊരു പേടിയുണ്ട്. ഇത് നല്ല ഓപ്പണിലുള്ള മൈൻ ഷാഫ്റ്റാ. സാധാരണ മൈൻ ഷാഫ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല കേവിനകത്തിലോട്ടൊക്കെയാണ്. നല്ല ഓപ്പണിലുള്ള മൈൻ ഷാഫ്റ്റ് ഗൈസ്. എന്താണ് ഇങ്ങനെ? ഞാനൊരു ട്യൂട്ടോറിയൽ പോയി കണ്ടിട്ട് മേലിലോട്ടും താഴോട്ടും എത്രയും കൂടെ വേണമെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, റൗണ്ടോടെ മേളിൽ പോകണം. കാരണം വേറെ ബിൽഡിന്, അതായത് ബാക്കി നമ്മുടെ സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്റ്റോണിൻ്റെ ആവശ്യം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി റൂമിനകത്ത് എല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഗൈസ്. നമ്മളങ്ങനെ റൂം ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ പണിയുള്ളതെന്ന് നോക്കട്ടെ. ഓക്കെ, ഇനിയും കുറച്ച് വെള്ളം ഒഴിക്കുന്ന പണിയൊക്കെ ഉണ്ട്. നമ്മൾ അതിന് വേണ്ടി നമുക്ക് 2 വാട്ടർ ബക്കറ്റൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും സാധനം ഇതൊന്നും ഇതിൻ്റെ അല്ല, ഇതൊക്കെ വേറെ എനിക്ക് അല്ലാതെ കിട്ടിയാണ്. ഇവിടെ മൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തപ്പോൾ കിട്ടിയാണ്. ഓക്കെ, ഇത്രയും വലിയൊരു റൂമിനകത്തിലാണ് നമുക്ക് ഇനി ബാക്കി വർക്ക് ചെയ്യാനുള്ളത്. സോ ഞാൻ നോക്കട്ടെ എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് 2 ബക്കറ്റ് വെള്ളം നമ്മുടെ കയ്യിലുണ്ടല്ലോ ഗൈസ്. അത് നമുക്ക് അങ്ങോട്ട് എടുക്കാം. 2 ബക്കറ്റ് വെള്ളം. എന്നിട്ട് ഇവിടെ ഒരു ബക്കറ്റ്, ഇപ്പുറത്തെ മൂലയ്ക്ക് ഒരു ബക്കറ്റ്. ഇത് എൻഡ് ചെയ്യുന്നിടത്ത് നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ താത്തണം ഗൈസ്. ഇത് പണിയാവും ഗൈസ്. ഒരു ബ്ലോക്ക് പൊക്കി വെച്ചാലും എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്കൊരു ബ്ലോക്ക് താക്കണം. അത് പണിയാവും ഗൈസ്. ഇതാണ് എല്ലാവരും ഈ ഒരു സ്പോണർ അല്ലാതെ കിട്ടുന്നത് യൂസ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയി വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇവിടെ ഇനി ഇവിടെ വന്നിങ്ങനെ എൻഡ് ചെയ്യണം. അതെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 3x3 ബ്ലോക്ക് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഞാനൊന്നുകൂടെ ട്യൂട്ടോറിയൽ നോക്കി തരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഏകദേശം പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയും കുറച്ച് ഇതൊക്കെ പൊട്ടി നോക്കി ടോർച്ചൊക്കെ ഒന്ന് ഇളക്കി കളയാനുള്ളേ ഉള്ളൂ. വേറെ പണിയൊന്നും ഇല്ല ഗൈസ്. താഴെ കൊണ്ട് ഒരു ടോർച്ച് ഉണ്ട്, അതുകൂടെ ഒന്ന് ഇളക്കി കളയണം. ഓക്കെ, അങ്ങനെ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം, അതായത് എല്ലാം ചെയ്യേണ്ട പണിയല്ല, എൻ്റെ സ്പൈഡറൊക്കെ സ്പോണായി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ട പണികളെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഈ ഒരു ഫാം നമ്മളിവിടെ ഇപ്പം പണിഞ്ഞേക്കുന്നത് ഗൈസ്. സോ ഇത് അറിയാലോ, ഒരു 4 മണിക്കൂറെങ്കിലും ഞാൻ മിനിമം ഇതിൻ്റെ പുറകിലിരുന്നാണ് ഗൈസ്.
ആൻഡ് ഞാനൊരു ചെറിയ സ്റ്റെയർ കേസ് പോലെ ഞാൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടാണെന്ന് പ്രതീക്ഷിക്കും. ഞാൻ ഇങ്ങോട്ടൂടെ കയറാൻ ഒരു ചെറിയ സ്റ്റെയർ കേസ് സെറ്റാക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ കയറാൻ. ഓക്കെ, ഇനിയും നമ്മുടെ മൈനിങ് ഏരിയയിൽ നിന്ന് ഒരു വഴി നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് സെറ്റ് ചെയ്യണം ഗൈസ്. അത് കുറച്ച് പണിയെടുക്കും. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിതുവരെ മൈനിങ് ഏരിയ നമ്മൾ ഡീപ് ഫ്രൈഡിൻ്റെ ലെവൽ വരെ കൊണ്ടുപോയിട്ടില്ല. ഡീപ് ഫ്രൈഡിൻ്റെ ലെവലായി, അതിനിയും താഴോട്ട് കൊണ്ടുപോകണം ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്രൈൻഡ് ഡീപ് ഫ്രൈഡിൻ്റെ ലെവൽ വരെ കൊണ്ടുപോയിട്ടില്ല. ഇനിയും താഴോട്ട് കൊണ്ടുപോകണം ഗൈസ്. അത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഞാനിവിടെ ഇച്ചിരി കൂടെ ഒന്ന് സേഫ് ആക്കട്ടെ ഗൈസ്. പെട്ടെന്ന് വല്ല സോംബിയോ എല്ലാം വരാതിരിക്കാൻ വേണ്ടി ഞാൻ താഴോട്ടം കാണി ചാടിയാലും ചാവാതിരിക്കാൻ വേണ്ടി 2-3 ബ്ലോക്കൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ സ്പൈഡർ വരുന്ന തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്പൈഡർ മേളിലിരിക്കുന്നു ഗൈസ്. ഇതെന്ത് ചെയ്യും? ഇത് അടിച്ചാലും റേഞ്ച് കിടത്തില്ല ഗൈസ്. ഓക്കെ, എന്തോ പണി പറ്റിയാണ് നമുക്ക്. ഞാനാണെങ്കിൽ ഒന്ന് ശരിയാക്കട്ടെ ഗൈസ്. എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാൻ നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ പറ്റുമോ അങ്ങനെ അടിക്കാൻ? അല്ല ഗൈസ്, ഞാൻ പ്രശ്നം എന്തായാലും നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ സെറ്റാക്കി. ഇപ്പോൾ ഇതിലെ കൂടെ വരുന്ന സ്പൈഡറിനെ നമുക്ക് ഡയറക്റ്റ് തല്ലിക്കൊല്ലാം ഗൈസ്. ഇപ്പോൾ വിഷയമായിട്ടുണ്ട് നമ്മുടെ ഫാം. കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു മിനിറ്റിൽ തന്നെ ഒരു 5-6 സ്പൈഡറെങ്കിലും വരും ഗൈസ്. അത് നമുക്ക് അത്യാവശ്യം ലെവലൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ ലെവൽ 16 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു മിനിറ്റ് ഇവിടെ കുറച്ച് നേരം നിൽക്കണം ഗൈസ്. ഇച്ചിരി ലാഗാണ്. ഇതെന്താ ഇപ്പോൾ വരാത്തേ? ഓ ഗൈസ്, എന്തോ പ്രശ്നം പിന്നെയും ഫാമിനകത്ത് പറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. അതുകൂടെ നോക്കണം. അതിനിപ്പോൾ സ്പൈഡർ വരുന്നില്ല. ഇതിൻ്റെ മേളിലൊന്നും ഇരിപ്പില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്, ഫാമിൽ പോയി നോക്കട്ടെ. ഓക്കെ, ഒരെണ്ണം വന്നു, ഒരു സ്പൈഡർ വന്നു. ഇവനെ ഇപ്പോൾ അടിക്കാൻ കൊന്നേക്കാം. ഫാം മുമ്പേ വെച്ചിട്ട് നല്ല സ്പീഡ് വർക്കാവുന്നതായിരുന്നു. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരട്ടെ ഗൈസ് ഫാമിൽ പോയിട്ട്. ഇപ്പോൾ വീണേനെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഓട്ടയൊക്കെ അടച്ച് ഗൈസ്. ഓക്കെ, ഈ ഫാമിൽ എന്താണ് ഇനിയും പ്രശ്നം? ഓക്കെ, അകത്തി വന്നപ്പോൾ ആ ലൈറ്റ് എൻ്റെ പൊന്നട, ഈയൊക്കെ ഓരോ ലൈറ്റ് ഇവിടെ ഇരിക്കണ്ടേ? എന്താണ് ബ്രോ, നമ്മൾ ഇനി മേളിൽ കയറണം ഗൈസ്. ഓ മൈ ഗോഡ്, ഇത് പണിയാകും. എന്തായാലും ഇതിപ്പം പൊട്ടിക്കാന്നേ ഉള്ളൂ. ഒരു ബ്ലോക്ക് കൂടെ അങ്ങോട്ട് വെച്ചാൽ ഇപ്പം റേഞ്ച് ആവും. ഇല്ല, ഒരു ബ്ലോക്ക് കൂടെ അങ്ങോട്ട് വെക്കാം. ഒരു ബ്ലോക്ക് ഹൈറ്റ് കൂടെ കിട്ടാൻ വേണ്ടി റേഞ്ച് ആവുമായിരിക്കും. ഓക്കെ, ഇത് നമ്മളങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അവിടെ ലൈറ്റ് ഇല്ല ഗൈസ്. ഇനി അവിടെ ലൈറ്റൊന്നും ഇല്ലെന്നാണ് തോന്നണേ. ഓക്കെ, ഇനിയും ഫാം ഫുൾ സ്പീഡ് വർക്ക് ആവേണ്ടതാണ്. നമുക്ക് ഈ നിൽക്കുന്ന ബ്ലോക്ക് കൂടെ ഒന്ന് പൊട്ടിച്ച് നമ്മളെ തിരിച്ച് ഫാമിൽ ചെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ അവിടെ ഒരു 5-6 സ്പൈഡറെങ്കിലും നിൽക്കേണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ഈ സ്പൈഡർ ഫാം നമുക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല, എക്സ്പിക്ക് വേണ്ടി മാത്രമാണ്. ആൻഡ് ഫ്യൂച്ചറിൽ നമുക്ക് മെൻഡിങ് ബുക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഡയമണ്ട് ആർമറിന് നമുക്കപ്പം അറിയാമല്ലോ ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ ആർമർ. അതേപോലെ തന്നെ ഗൈസ്, ഞാനാണെങ്കിൽ ഒരു മൾട്ടിപ്ലെയർ വീഡിയോ സെറ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പറ ഗൈസ്, അത് വേണോ വേണ്ടയോ എന്നൊക്കെ. ഓക്കെ, അത് ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്. നിങ്ങൾക്ക് ആ മൾട്ടിപ്ലെയർ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, നമുക്കത് സെറ്റാക്കാം. ആൻഡ് ഓക്കെ, നിങ്ങളിപ്പം ഇച്ചിരി സ്മൂത്ത് ഉണ്ട്. എന്നാലും ഒരു സ്പൈഡർ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്പൈഡർ വരുന്നത്. എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ളത് പോലെ ഗൈസ്, ഇല്ലേ? നോക്കിക്ക് കണ്ട് ഇപ്പോൾ സ്പൈഡർ വരുന്നില്ല. ഒരു സ്പൈഡർ ഉള്ളു ഗൈസ്. നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നുകൂടെ ഫാമിൽ കയറി നോക്കാം ഗൈസ്. ആൻഡ് ഈ ചെസ്റ്റിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലൂട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ട ട്യൂട്ടോറിയലിൽ ഇങ്ങനെയാണ്. നമുക്കിനി ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ കൊള്ളാവുന്ന രീതിയിൽ ലുക്കാക്കി എടുക്കണം. അതൊക്കെ ഓൺ ദ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് ഗൈസ്. അത് നമ്മുടെ മൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടൊരു വഴി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ സെറ്റാക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് പണി? എന്താണ് വരാത്ത ഗൈസ്? ഒന്നുകൂടെ ഞാൻ കയറി ചെക്ക് ചെയ്യേണ്ടി വരും ഗൈസ്. ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. ഞാൻ ഒന്നുകൂടെ മേളിൽ കയറട്ടെ. ഓക്കെ, ഒരു ടോർച്ച് കൂടെ പൊട്ടിക്കാനുണ്ടായിരുന്നു, അതോടെ പൊട്ടിച്ച്. അപ്പം ഇപ്പോൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ സ്പൈഡർ വരുന്നുണ്ട് ഗൈസ്. നോക്കി, ഇപ്പോൾ തന്നെ ഒരു 5-6 ഇവിടെ തന്നെ ഇങ്ങനെ കൂട്ടം കൂടിയപ്പോൾ നമ്മുടെ ലെവലും പെട്ടെന്ന് നമ്മളിപ്പം 18 ലെവലായി ഗൈസ്. പെട്ടെന്ന് തന്നെ നമുക്ക് കയറുന്നുണ്ട്. ആൻഡ് സ്പൈഡറിനെല്ലാം തല്ലിക്കൊന്നു. ഇപ്പം തന്നെ വരേണ്ടതാണ് ഗൈസ്. ഇനിയും സമയം അറിയില്ല. ഇനി അവിടെ ടോർച്ച് ഒന്നും ഇല്ല, ഞാനെല്ലാം നോക്കി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ് ഗൈസ്. വരുന്നുണ്ട്. കണ്ട തോനെ വരുന്നുണ്ട്. 2, 3, 4 ഒക്കെ വരുന്നു. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് ഗൈസ്. ഇതൊരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഫിസിക്കല്ല, ഒരു കോഡിങ് ആണ്. ഒരു ചങ്കിനകത്ത് ഇത്രയോ മോബ്സേ പറ്റത്തുള്ളൂ. അത് തീരുന്നതിനനുസരിച്ച് പെട്ടെന്ന് സ്പോൺ ആകത്തുള്ളൂ.
അതുകൊണ്ടാണ് അത് ഇച്ചിരി സമയമാവും. കാരണം ഇത് മൈൻ ഷാഫ്റ്റ് കൂടാണ്, അപ്പോൾ ഇതിനകത്ത് ഒത്തിരി മോബ്സ് സ്പോണാവും. പക്ഷെ അത് സ്പോണറിന് ബാധകമാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ നമുക്ക് ഫാം ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ സ്പൈഡർ ഫാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ 2 പാർട്ടാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, ബട്ട് അത്രയൊന്നും വേണ്ടി വന്നില്ല. ഓക്കെ, നമുക്കിനി മേളിൽ കയറാൻ പതുക്കെ. ഓക്കെ, നമ്മൾ എന്തായാലും ഇനി നമ്മുടെ ബെഡൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ മെയിൻ ബേസിൽ കൊണ്ടുവെക്കണം ഗൈസ്. ഈ സ്പൈഡർ ഫാം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ലുക്കുണ്ട്. നമുക്കിനി ഈ ഒരു മൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു വഴി സെറ്റാക്കി എടുക്കണം. ഇത് കണ്ടോ, നമ്മൾ എന്തും വേണ്ടി ചാടണം നമുക്ക് ഈ ബെഡ് ഒന്ന്. ഓക്കെ, നമ്മൾ ആ ഒരു ഡീപ് സ്ലൈറ്റ് വരെ നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടോ. ഇനി നമുക്ക് കുഴിക്കേണ്ടത് 2-3 അയൺ പിക്കാക്സ് ഉണ്ടാക്കിക്കൊണ്ടൊന്ന് കുഴിക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം അയണുണ്ട് ഗൈസ്, അപ്പം അതിന് കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 3-4 അയൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് ഞങ്ങൾ മൈൻ ചെയ്തത്. ഇനിയും നമുക്ക് ചെയ്യാം ഗൈസ്. നമുക്കിനിയും -59, ഇപ്പം എനിക്ക് തോന്നുന്നു -17 വരെ കണ്ടുണ്ട്. ഇനി നമുക്കത് -59 വരെ ആക്കണം. കുറേ ചവറുണ്ട് ഗൈസ്, അതെല്ലാം കൊണ്ടൊന്ന് ഡിസ്പോസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ ഒന്ന് മേളിലോട്ട് എത്തട്ടെ. ഓക്കെ, നമ്മളിതാ മേളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇതെല്ലാം ഇൻവെൻട്രി ഒന്ന് സോർട്ട് ചെയ്തിട്ട് Ain't nothing but a go thing.